അടുത്ത കൗൺസിലിംഗ് നമുക്ക് അടുത്ത മാസം 16-ന് വെക്കാം. അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സുകൾ തമ്മിലൊന്ന് പൊരുത്തപ്പെടാൻ തയ്യാറാകും. ഇല്ല മാഡം, എത്ര ശ്രമിച്ചാലും ഇനി എനിക്ക് ഇവളോട് പൊരുത്തപ്പെടാൻ കഴിയത്തില്ല. ഇവളോടൊത്ത് ജീവിക്കാനും പറ്റില്ല. ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല. കരയാതെ. ഒരു മീഡിയേഷൻ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. നമുക്ക് ശ്രമിക്കാം. അടുത്ത മീഡിയേഷനിൽ ഞാൻ അയാളെ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. താങ്ക് യു മാഡം. എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു തരണം പ്ലീസ് മാഡം. ഒന്ന് നിന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ സന്ധ്യയോടൊപ്പം ജീവിക്കാന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണെന്ന്? ഒരിക്കലും അല്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ. സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിന് ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. നിയമത്തിന് മുമ്പിൽ ഇപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇന്നത്തെ എന്റെ പ്രകടനം വെച്ച് നോക്കുമ്പോ കോടതി പോലും നിങ്ങൾക്ക് ഡിവോഴ്സ് അനുവദിക്കില്ല. ഇത്രയും കാലം ഞാൻ നിന്റെ അടിമയായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അതിന് ഉത്തരവില്ല. പക്ഷേ ഇനി അങ്ങനെ ആവത്തില്ല. സന്ധ്യയുമായി ഒരുമിച്ച് ജീവിക്കാൻ നിയമത്തിന്റെ പിൻബലം എനിക്ക് വേണമെന്ന് നീ കരുതിയെങ്കിൽ തെറ്റിയത് നിനക്ക. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ നീ പോയി ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. കൗൺസിലറുടെ മുന്നിലുള്ള നിന്റെ അഭിനയം ഭയങ്കര ബോറായിരുന്നു. അകത്ത് വെച്ച് നടത്തിയ ആ കരച്ചിലും ഇനി കോടതിയിൽ പറയാൻ പോകുന്ന എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നുള്ള വാദവും കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇനിയും കടിച്ചു തൂങ്ങാൻ നീ കരുതിയോ? കോടതി എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതെന്താ നിങ്ങക്ക് അത്ര ഉറപ്പ്? കേസ് കേൾക്കുന്ന ജഡ്ജിയെ പണം കൊടുത്ത് സ്വാധീനിക്കാന്നുള്ള വിചാരമുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം നീയാ. കൗൺസിലറോട് നീയല്ലേ പറഞ്ഞത് എനിക്ക് വേറെ അവിഹിത ബന്ധമുണ്ടെന്ന്? സന്തോഷത്തോടുകൂടി ഞാനത് അവർക്ക് മുമ്പിൽ സമ്മതിക്കുകയും ചെയ്തു. മറ്റൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധമുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കാൻ ഒരു കോടതിയും നിർബന്ധിക്കത്തില്ല. ഉറപ്പായിട്ടും ഡിവോഴ്സ് അനുവദിക്കും. ആ കോടതി മുറിയിൽ നിന്ന് സന്ധ്യയുടെ കൈയും പിടിച്ച് നിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു പോകും. എങ്കിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത അവന്തികയായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി നീ എന്നെ എന്ത് കാണിക്കാന്? 7 വർഷം നീ എന്നെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതിനേക്കാൾ വലുതൊന്നും ഇനി വരാനില്ലല്ലോ. നിന്റെ എല്ലാ മുഖവും ഞാൻ മനസ്സിലാക്കി. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒരു പുരുഷന്റെ ജീവിതം എങ്ങനെ തകർക്കാമെന്നതിന് നിന്നേക്കാൾ വലിയ ഉദാഹരണം ഈ ലോകത്തില്ല. അതെ, ആ വീട്ടിൽ നിന്നും എന്റെ മനസ്സിൽ നിന്ന് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ ജീവിതത്തിൽ എത്ര സമാധാനവും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇനി ഞാൻ പറയുന്നത് നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. ഉടൻ തന്നെ ഞാനും സന്ധ്യയും ഒരുമിച്ച് ജീവിതം തുടങ്ങുക തന്നെ ചെയ്യും. ഒരു കോടതിയും ഞങ്ങളെ തടയില്ല.